Greeting to all in the precious name of the Lord and Savior Jesus Christ. I'm so happy to see you through this media program. For today's meditation, I've taken from the book of 1 Kings chapter 18 verses 41 and 42. Then Elijah said to Ahab, "Go up and eat and drink, for there is the sound of abundance of rain." So Ahab went up to eat and drink, and Elijah went up to the top of Carmel. Then he bowed down on the ground and put his face between his knees. പിന്നെ ഏലിയാവ് ആഹാബിനോട്, "നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട്" എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവ് കർമ്മൽ പർവ്വതത്തിന് മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. My dear brothers and sisters in Christ, എൻ്റെ പ്രിയ സഹോദരന്മാരെ, I can see here that the promise that God is fulfilling in the life of Elijah. ഏലിയാവിന്റെ ജീവിതത്തിൽ ദൈവം അവന് നൽകി തന്ന വാഗ്ദത്ത വചനത്തെക്കുറിച്ച് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നു. Before God performs a miracle, he claims the miracle. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പായി ഏലിയാവ് ഇവിടെ അത്ഭുതത്തെ അവകാശപ്പെടുകയാണ്. He never waited for the miracle, but he claimed the miracle before he prayed. അത്ഭുതം നടക്കുവാൻ വേണ്ടി അവൻ കാത്തിരുന്നില്ല. അത്ഭുതം നടക്കുവാൻ വേണ്ടി അവന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യേണ്ടതിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. He tells to the king, "Go, and there is going to be abundant rain." അവൻ രാജാവിനോട് പ്രകാരം പറയുകയാണ്, "നീ പോക, അവിടെ വളരെ മഴയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നു" എന്ന് അവൻ പറഞ്ഞു. Today you might be in midst of problems and pain and suffering. ഒരുപക്ഷെ ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന വ്യക്തികളെ നിങ്ങൾ പ്രശ്നത്തിന്റെയും പ്രതികൂലങ്ങളുടെ മധ്യ ആയിരിക്കാം. But God is promising you that there is abundant blessing that God has kept for you. എന്നാൽ ദൈവം നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി വളരെ ധാരാളമായ ഒരു അനുഗ്രഹം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. But you need to claim those promises through word of faith. ദൈവത്തിന്റെ വചന മുഖാന്തരമായുള്ള വിശ്വാസം മുഖാന്തരമായി നിങ്ങൾ ആ വാഗ്ദത്തം പ്രാപിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. You need to claim them and make them yours. നിങ്ങൾ അത് അവകാശപ്പെടുകയും നിങ്ങളുടേതാക്കി മാറ്റുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. In the Bible, വേദപുസ്തകത്തിൽ from Genesis till Revelation, there are so many promises of God has been kept for you and me. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം പഠിക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും വേണ്ടി ദൈവം അനേക വാഗ്ദത്തങ്ങൾ വെച്ചിട്ടുണ്ട്. Claim them. ആ അവകാശങ്ങൾ വാഗ്ദത്തങ്ങൾ നിങ്ങൾ അവകാശപ്പെടേണ്ടത് ആവശ്യമാണ്. Read them and point and keep your finger on those promises and pray and say, "God, fulfill this promise in my life." ആ വാഗ്ദത്ത വചനങ്ങൾ വായിച്ചിട്ട് അവയിൽ നിങ്ങൾ കരങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കണം, "ദൈവമേ, ഈ വാഗ്ദത്തങ്ങൾ എന്റെ ജീവിതത്തിൽ നിവർത്തിയിരിക്കണമേ" എന്ന്. Fulfill this promise in my life, Lord. ഈ എല്ലാ വാഗ്ദത്തങ്ങളും എനിക്ക് വേണ്ടി നീ നിവർത്തിച്ചു തരണമേ. Elijah tells to the king, "There will be abundant rain. Go eat and take rest. I'm going to pray now." ഏലിയാവ് ഇവിടെ ആഹാബിനോട് പറയാണ്, വളരെ മഴയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നു, നീ കടന്നുപോയി തിന്ന് കുടിച്ച് ആശ്വാസം പ്രാപിക്കുക എന്ന് പറയാണ് ആഹാബിനോട്. For many years there was no rain. വളരെ വർഷക്കാലം അവിടെ മഴ ഉണ്ടായിരുന്നില്ല. But he says that, "King, go and take rest. My God will perform miracle and I'm going to pray now." ഇവിടെ ഏലിയാവ് പറയാണ്, "രാജാവേ, നീ കടന്നുപോയി ഭക്ഷിച്ച് പാനം ചെയ്യുക, ഇവിടെ മഴയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നു" എന്ന് പറയുന്നു. Is such promise and such faith is in your life? ഇതുപോലത്തെ ഒരു വിശ്വാസവും വാഗ്ദത്തവും നിന്റെ ജീവിതത്തിലുണ്ടോ? Before miracle happens, are you ready to say that God will perform a miracle in my life? അത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കുന്നതിന് മുമ്പായി നീ ഇപ്രകാരം അവകാശപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് അത്ഭുതം ചെയ്യുമെന്ന്. You need to build your faith in the platform on cross. കർത്താവിന്റെ ക്രൂശിന്മേൽ നിങ്ങളുടെ വിശ്വാസ ജീവിതമാകുന്ന ആ കാര്യം നീ പണിതെടുക്കേണ്ടത് ആവശ്യമാണ്. You need to build your faith on the rock of Jesus Christ. യേശു ക്രിസ്തുവാകുന്ന പാറമേൽ നിന്റെ വിശ്വാസം പണിതെടുക്കേണ്ടത് ആവശ്യമാണ്. The faith is the main thing for every miracle that God can do in your life. എല്ലാ അത്ഭുതങ്ങളും നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യേണ്ടതിന് ആവശ്യമായ ഒരു ഘടകം വിശ്വാസം എന്നുള്ളതാണ്. Faith makes everything. വിശ്വാസം എല്ലാവற்றைയും ചെയ്തു തീർക്കാൻ സാധിക്കും. Faith makes all kind of possibilities for a miracle to happen in our life. എല്ലാവിധ അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ സാധിച്ചെടുക്കേണ്ടതിന്
വിശ്വാസത്തിന് സാധിക്കും. Here you can see that now Elijah claims and he says and he promised the king that there will be rain, and he climbs the mountain and he prays there, kneeling down before the holy God. ആഹാബ് രാജാവിനോട് ഇപ്രകാരം പറഞ്ഞിട്ട് അവൻ ആ അത്ഭുതത്തെയും അവകാശപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്തിട്ട് അവൻ മലയുടെ മുകളിൽ കയറിപ്പോയി മുഴങ്കാലുകളുടെ ഇടയിൽ തലവെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. And he prays to the God of the holy God and the mountain of Elijah did not say just that he will do miracles. ഏലിയാവ് ഇപ്രകാരം പറഞ്ഞില്ല, ഞാൻ ഒരു അത്ഭുതം ചെയ്യുവാൻ പോവുകയാണെന്ന്. But God will do a miracle. അവൻ ഇപ്രകാരം പറഞ്ഞു, ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. And he took one servant with him to the Mount of Carmel. അവൻ തന്നോടുകൂടെ ഒരു ബാല്യക്കാരനെ കർമ്മൽ പർവ്വതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. And they both started praying to God. അവർ രണ്ടുപേരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. First time Elijah prayed and he sent his servant to see whether there is any clouds in the. കാണുവാൻ സാധിച്ചില്ല. Again he prays, again he prays to God. വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ അവൻ നിലവിളിച്ചു. And he never left God's presence until he does a miracle. അവൻ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് വരെ അവൻ ദൈവസന്നിധി വിട്ട് എഴുന്നേറ്റില്ല. And fifth time he sends his servant to check whether there is any cloud. അഞ്ചാമത്തെ പ്രാവശ്യം തന്റെ ബാല്യക്കാരനെ അയച്ചു, എന്തെങ്കിലും മാറ്റമുണ്ടോ, മഴയുടെ വേഗം കാണുവാൻ സാധിക്കുമോ എന്ന് നോക്കുവാൻ വേണ്ടി. The servant becomes so tired and he comes back and says, Master, there is no clouds at all. ഒരുപക്ഷെ ഈ ബാല്യക്കാരൻ തളർന്നു പോയി കാണാം. അവൻ വീണ്ടും കടന്നു വന്നിട്ട് പ്രകാരം പറഞ്ഞു, പിതാവേ അഥവാ എലിയാവേ, അവിടെ മാറ്റവുമില്ല എന്ന് പറഞ്ഞു. And again Elijah prays for sixth time. വീണ്ടും ആറാമത്തെ പ്രാവശ്യം ദൈവസന്നിധിയിൽ എലിയാവ് പ്രാർത്ഥിച്ചു. My dear brothers and sisters, എന്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, unless God does a miracle, we should not leave him. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു വരെ ദൈവത്തെ വിട്ടു കടന്നു പോകരുത്. Unless God blesses us, we should not leave him. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് വരെ ദൈവസന്നിധി വിട്ടു കടന്നു പോകരുത്. Many of them, they pray one time, two time, and they